2024 മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കർണാടക മെഡിക്കൽ അഡ്മിഷൻ. കർണാടകത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലെ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് KEA കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് കർണാടകയിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അപേക്ഷിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് കർണാടകത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലോ അതുപോലെ അവിടുത്തെ അഗ്രികൾച്ചർ വെറ്റിനറി ഒക്കെ പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലോ BSc നഴ്സിംഗ് അതുപോലെയൊക്കെയുള്ള കർണാടകത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏത് കോഴ്സിലെങ്കിലും വേണ്ട കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. കേരളത്തിലെ പോലെ തന്നെ കർണാടകക്കാരായിട്ടുള്ള കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളെല്ലാവരും കർണാടകത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ KEA വഴി അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷണൽ MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ പ്രവേശന പരീക്ഷ നീറ്റ് ആണെങ്കിലും ഈ വർഷം അത് സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതാത് സ്റ്റേറ്റ് കോട്ടയ്ക്കായിട്ട് ആ വിവിധ വെബ്സൈറ്റുകൾ വഴി അപേക്ഷിച്ചേ മതിയാവൂ. അതിൻ്റെ ആദ്യഘട്ടമാണ് കർണാടകത്തിലുള്ള കുട്ടികൾക്ക് KEA വഴി മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിലോട്ടും അവർക്ക് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവരുടെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലോട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തേത് മനസ്സിലായി, കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികളെല്ലാം അപേക്ഷിക്കേണ്ടതാണ് KEAയുടെ വെബ്സൈറ്റ്. ഇനി കേരളൈറ്റ് ആയിട്ടുള്ള ആരൊക്കെയാണ് ഇതിന് അപേക്ഷകൾ കൊടുക്കേണ്ടത്? നമുക്കറിയാം ഓൾ ഇന്ത്യ കോട്ട വഴി കർണാടകത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരുണ്ട്. 24ഓളവും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട് കർണാടകത്തിൽ. ESI IP-കാർക്കായിട്ട് ESI മെഡിക്കൽ കോളേജുകൾ കർണാടകത്തിലുണ്ട്. അങ്ങനെ ഗവൺമെൻറ് മേഖലയിലോ ESI കോളേജുകളിലോ പ്രവേശനം MBBSനോ BDSനോ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഈ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതായിട്ടില്ല. അത് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി മാത്രമാണ് ഗവൺമെൻറ് മേഖലയിൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് പ്രവേശനം കിട്ടുന്നതിന് അതിനുവേണ്ടി ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ ആരാണ് അപേക്ഷിക്കേണ്ടത്? കർണാടകത്തിലുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. കേരളത്തിലുള്ള കാത്തലിസ് വിഭാഗത്തിന്, റോമൻ കാത്തലിസ് വിഭാഗത്തിന് ഏതാണ്ട് 60ഓളം സീറ്റുകളാണ് RC8 വിഭാഗത്തിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലുള്ളത്. നമുക്കറിയാം ഇന്ത്യയിലുള്ള ആദ്യത്തെ ഒരു 10 മെഡിക്കൽ കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രൊഫഷണൽ രീതിയിൽ MBBS പഠനം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. കന്യാസ്ത്രീ സമൂഹത്തിനും ഏതാണ്ട് 10ഓളം സീറ്റുകളുള്ള ഒരു കോളേജാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. അപ്പം അങ്ങനെയുള്ള കാറ്റഗറിക്കാർക്ക്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ വിഭാഗത്തിലും 10 സീറ്റുകളുണ്ട് RC2 വിഭാഗത്തിലൊക്കെ. അങ്ങനെ ഓപ്പൺ വിഭാഗത്തിലോ റോമൻ കാത്തലിക്സ് വിഭാഗത്തിലായിട്ടോ അല്ലെ കന്യാസ്ത്രീ വിഭാഗത്തിലോ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം ആഗ്രഹിക്കുന്നവർ KEA വഴി ഇപ്പോൾ അപേക്ഷകൾ കൊടുക്കേണ്ടതാണ്. ഒരു വിഭാഗം. ഇനി മറ്റൊരു വിഭാഗം ആരാണ്? നമുക്ക് നീറ്റ് എക്സാം എഴുതുമ്പോൾ സാധാരണ നമുക്കറിയാം ഒരു 600 മാർക്കിനൊക്കെ മുകളിലുണ്ടെങ്കിൽ ഗവൺമെൻറ് MBBS കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. 600 മാർക്കിൽ താഴേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ പ്രൈവറ്റ് മേഖലയിലാണ് പ്രവേശനം നേടുന്നത്. കേരളത്തിൽ ഏതാണ്ട് 19ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 7-7.5 ലക്ഷം 8 ലക്ഷം രൂപ ഫീസ് ക്രമത്തിൽ നമുക്ക് പ്രവേശനം കിട്ടും. ഒരു 500 മാർക്ക് വരെയൊക്കെ പ്രവേശനം കിട്ടും. അപ്പം നമുക്ക് 500 മാർക്ക്, 580 മാർക്ക് അല്ലെങ്കിൽ 450 മാർക്ക്, 400 മാർക്കൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ 10 ലക്ഷം രൂപ വാർഷിക ഫീസുകൾ കൊടുത്തുകൊണ്ടുള്ള 700ഓളം MBBS സീറ്റുകൾ കർണാടകത്ത് പുറത്തുള്ളവർക്ക് പ്രൈവറ്റ് സീറ്റുകളുണ്ട്. സാധാരണ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം KEAയുടെ വെബ്സൈറ്റ് വഴി പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ടാണ് അപേക്ഷകൾ ക്ഷണിക്കാറുള്ളത്. എന്നാൽ ഈ വർഷം ഇപ്പോൾ തന്നെ പ്രൈവറ്റ് കാൻഡിഡേറ്റുകളും അപേക്ഷകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കർണാടകത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ 10 ലക്ഷം രൂപ ഫീസ് വരുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ MBBS പ്രവേശനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരും KEAയുടെ വെബ്സൈറ്റ് വഴി തന്നെ ഇപ്പോൾ മെഡിക്കലിനായിട്ട് അപേക്ഷിക്കണം. ഇനി NRI സീറ്റുകൾ. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റുകളുണ്ട്. വളരെ ഉയർന്ന ഫീസുള്ള 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപ വാർഷിക ഫീസുള്ള NRI സീറ്റുകൾ ആഗ്രഹമുണ്ടെങ്കിൽ
ഇപ്പോൾ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലില്ല. അതല്ലാത്ത ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ്, രാമയ്യ മെഡിക്കൽ കോളേജ്, ജെ കെമ്പഗൌഡ, ആകാശ് മെഡിക്കൽ കോളേജുകൾ, വൈദേഹി മെഡിക്കൽ കോളേജ്, അങ്ങനെ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റോ അല്ലെങ്കിൽ NRI സീറ്റോ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോൾ KEA വഴി അപേക്ഷകൾ കൊടുക്കേണ്ടതാണ്. ഇനി ആരാണ് അപേക്ഷിക്കേണ്ട വിഭാഗമുള്ളത്? ശ്രീ സായി മധുസൂദനൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കർണാടകത്തിലെ ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണ്. കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്. 100 സീറ്റുകളാണ് MBBSനുള്ളത്. അതിൽ 85 സീറ്റുകളും കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. 15 സീറ്റുകൾ കർണാടകത്തിന് പുറത്തുള്ളവർക്ക് കിട്ടും. KEA വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് ആ കോളേജിൻ്റെ പ്രത്യേകത? അവിടെ ട്യൂഷൻ ഫീസ് ഇല്ല. 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ശ്രീ സായി മധുസൂദൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ MBBSനും ഹൗസ് സർജൻസിനും ശേഷം 5 വർഷം നമ്മൾ അവിടെ സേവനം അനുഷ്ഠിക്കണമെന്നുള്ള നിബന്ധനയുമുണ്ട്. ആ നിബന്ധനയ്ക്കനുസരിച്ച് ഫീസ് ഇല്ലാതെ ആ കോളേജിൽ പഠിക്കണമെങ്കിൽ കഴിഞ്ഞ തവണ 580 മാർക്ക് വരെയുള്ളവർക്കൊക്കെ അവസാന ഘട്ടങ്ങളിൽ ആദ്യം 25,000 ഓൾ ഇന്ത്യ റാങ്ക് 610 മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുള്ളൂ. അലോട്ട്മെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ ഏതാണ്ട് 580 മാർക്ക് വരെയുള്ളവർക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ മാർക്കിനൊക്കെ ആണെങ്കിൽ, അതായത് ഓൾ ഇന്ത്യ കോട്ട നമുക്ക് ജസ്റ്റ് ബ്രിമ്മായിട്ട് കിട്ടുമോ കിട്ടുകയില്ല എന്നുള്ള ആ ബ്രിമ്മിൽ നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു സാഹചര്യം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ KEA വഴി അപേക്ഷിക്കേണ്ടതാണ്. ഇനി ആരാണ് അപേക്ഷിക്കേണ്ടത്? നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് അതുപോലെ മഞ്ചേശ്വരം താലൂക്കിലുള്ളവർക്ക് കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ്, ഗഡിനാട് ടെസ്റ്റ്, ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ കർണാടകത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും മെഡിക്കൽ കോളേജുകളിൽ 25% സീറ്റുകൾക്ക് അർഹതയുണ്ട്. അങ്ങനെ മഞ്ചേശ്വരം, കാസർഗോഡ് താലൂക്കിലുള്ളവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി കർണാടകത്തിൽ പ്രവേശനം നേടണമെങ്കിലും ഇപ്പോൾ KEA വെബ്സൈറ്റ് വഴി അപേക്ഷകൾ കൊടുക്കണം. ഇനി ആരാണ് അപേക്ഷിക്കേണ്ടത്? BSc നേഴ്സിംഗ്. നമുക്കറിയാം, ഒരു പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ BSc നേഴ്സിങ്ങിന് ഈ വർഷം പ്രവേശനം ലഭിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ധാരാളം കുട്ടികളാണ് കർണാടകത്തിൽ മൈസൂർ, ബാംഗ്ലൂർ, മംഗലാപുരം എന്നീ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് രീതിയിൽ BSc നേഴ്സിംഗ് പ്രവേശനം മേടിച്ചിരുന്നത്. ധാരാളം കുട്ടികളാണ് അഡ്മിഷൻ എടുത്തുകൊണ്ടിരുന്നത്. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കവിടെ മാനേജ്മെൻറ്റ് സീറ്റ് ലഭിക്കുമായിരുന്നു. എന്നാൽ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മുടെ ഒരു കുട്ടിക്ക് പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ, ഇനി മുതൽ BSc നേഴ്സിംഗ് പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ KEA വഴി ഇപ്പോൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കർണാടകത്തിൽ എവിടെയെങ്കിലും ഒരു BSc നേഴ്സിംഗ് പ്രവേശനം ആർക്കെങ്കിലും വേണമെങ്കിൽ KEA വഴി ഇപ്പോൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ടത് ആരൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലായില്ലേ? കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർ എന്താണെങ്കിലും അപേക്ഷിക്കണം, നിർബന്ധമാണ്. കർണാടകത്തിന് പുറത്ത് നമ്മളെപ്പോലെ കേരളത്തിലുള്ളവർ സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ BSc നേഴ്സിങ്ങിനോ ഒക്കെ പ്രവേശനം വേണമെന്നുണ്ടെങ്കിലാണ് KEA വഴി അപേക്ഷിക്കേണ്ടത്. ഇനി ആർക്കൊക്കെയാണ് പരീക്ഷയുള്ളതെന്ന് നമുക്ക് നോക്കാം. കർണാടകത്തിൽ MBBSോ BDSനോ നമുക്ക് പ്രവേശനം വേണമെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ CET, കർണാടക എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടതായിട്ടുണ്ടോ? കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടതായിട്ടുണ്ടോ? ഇല്ല. MBBSനോ BDSനോ ആണ് അവിടെ പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചാൽ മതി. നീറ്റ് എക്സാമാണ് എഴുതേണ്ടത്. മെയ് 5-ാം തീയതി നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ റോൾ നമ്പർ ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നാൽ BSc നേഴ്സിംഗ് ആണ് നമ്മൾ പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ CET, കർണാടകത്തിലെ പ്രവേശന പരീക്ഷ എഴുതണം. അവർക്ക് പരീക്ഷയുണ്ട്. അതുപോലെ ലാംഗ്വേജ് ടെസ്റ്റ്, കാസർഗോഡോ മഞ്ചേശ്വരം താലൂക്കിലുള്ളവർക്ക് ഗഡിനാട് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാനായിട്ടുള്ളവർക്കും പരീക്ഷയുണ്ട്. അതല്ലാതെ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിലോ കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലോ NRI സീറ്റിലോ ഒക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ കർണാടകത്തിൻ്റെ പരീക്ഷ എഴുതേണ്ടതായിട്ടില്ല. നീറ്റ് എക്സാം എഴുതിയാൽ മാത്രം മതിയാകും. വെബ്സൈറ്റ് kea.kar.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് CET 2024 അഡ്മിഷൻസിനകത്ത് UG CET 2024 എന്ന വെബ്സൈറ്റ് വഴി ഫെബ്രുവരി 2-ാം തീയതിക്കകം ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ ടു പ്രൊഫഷണൽ കോഴ്സസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക ഫോർ ദ ഇയർ 2024. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് എല്ലാ മേഖലയിലുള്ള പ്രൊഫഷണൽ കോഴ്സിലോട്ടുള്ള അപേക്ഷയാണിത്.
കേരളൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം MBBS-ഉം BDS-ഉം BSc നേഴ്സിംഗും പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം വരെ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു KEAയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുകയും വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ പോകേണ്ടതെങ്കിൽ ഈ വർഷം നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ, ദന്തൽ അല്ലെങ്കിൽ ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി ഒക്കെ ഉള്ളവർക്ക് നീറ്റ് 2024 റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. ആയുർവേദവും യുനാനിയും ഒക്കെ നീറ്റിൻ്റെ ഇതിനുവേണ്ടി നടത്തുന്ന നീറ്റിൻ്റെ എക്സാം ആയിരിക്കും പരിഗണിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 10 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. KEAയുടെ വെബ്സൈറ്റ് വഴി എല്ലാ കുട്ടികളും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫെബ്രുവരി 10 ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാൻ 14 വരെ മാത്രമേ സമയമുള്ളൂ. BSc നേഴ്സിങ്ങോ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെ പരീക്ഷ എഴുതുന്നവരെ CET ഒക്കെ എഴുതുന്നവരുടെ ഹോൾ ടിക്കറ്റുകൾ ഏപ്രിൽ 7 മുതൽ നമുക്ക് ലഭിക്കും. BSc നേഴ്സിങ്ങിന് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് എഴുതേണ്ടത്. ഫിസിക്സിന് 60 മാർക്ക്, ബയോളജിക്ക് 60 മാർക്ക്, കെമിസ്ട്രി 60 മാർക്ക്. മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ BSc നേഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർ എഴുതേണ്ടതായിട്ടില്ല. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലുള്ളവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതേണ്ടത് ഏപ്രിൽ 20 അത് അവിടുത്തെ 4th സ്റ്റാൻഡേർഡ് ലെവലായിരിക്കും ചോദ്യങ്ങൾ വരിക. 50 മാർക്കിൽ 15 മാർക്കെങ്കിലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഗഡിനാട് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക. BSc നേഴ്സിങ്ങിന് കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ കൂടെ തന്നെയാണ് പ്രവേശനം എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് +1 +2 പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എൻട്രൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടതായി വരുന്നത്. ഏതാണ്ട് 45% അഗ്രിഗേറ്റ് മാർക്ക് PCBക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യണം. SC, ST, OBC വിഭാഗത്തിന് 40% മാർക്കാണ് മിനിമം മാർക്കായിട്ട് +2 ലെവലിന് ഉണ്ടാവേണ്ടത്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ള ഈ മേഖലകളെല്ലാം കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് MBBS, BDS, BSc നേഴ്സിംഗ് ഈ മേഖലകളിൽ മാത്രമേ നോൺ കർണാടക ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. BSc നേഴ്സിങ്ങിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് പരീക്ഷ എഴുതേണ്ടത്. BSc നേഴ്സിങ്ങിനായിട്ട് പരീക്ഷ എഴുതുമ്പോൾ 2 ദിവസത്തെ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. 18 ഇത് ഓഫ്ലൈൻ എക്സാമാണ്. OMR ഉപയോഗിച്ചുള്ള ഓഫ്ലൈൻ എക്സാമാണ് BSc നേഴ്സിങ്ങിനായിട്ട്. ഏപ്രിൽ 18 ബയോളജിയുടെ പരീക്ഷ 60 മാർക്കിൻ്റേതും 19 ഫിസിക്സും കെമിസ്ട്രിയും 60, 120 മാർക്കിൻ്റെയുമാണ് പരീക്ഷ എഴുതേണ്ടത്. ഈ 2 ദിവസവും അറ്റൻഡ് ചെയ്യണം. മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. ലാംഗ്വേജ് ടെസ്റ്റ് 11:30 മുതൽ 12:30 വരെയാണ്. അത് 4th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കന്നഡ ലാംഗ്വേജ് ടെസ്റ്റാണ്. കന്നഡയിൽ കർണാടകത്തിൽ ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളതെന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ എലിജിബിലിറ്റി നമ്മൾ എന്താണ് പറയാറുള്ളത്? അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സീറ്റുകൾക്കും എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചാൽ കേരളത്തിലെ സീറ്റുകൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ KEA വഴി കർണാടകത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെയും മെഡിക്കൽ മേഖലയിലെയും മുഴുവൻ സീറ്റുകൾക്കും ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളതെന്നുള്ളത് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് കേരളത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് 12ാം ക്ലാസ് വരെയുള്ള സ്റ്റഡിക്കകത്ത് 7 വർഷമെങ്കിലും കർണാടകത്തിൽ പഠിക്കുകയും അതുപോലെ തന്നെ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഏതെങ്കിലും ഒന്ന് കർണാടകത്തിൽ നിന്ന് പാസ്സാവുകയൊക്കെ ചെയ്തവർക്ക് കന്നഡയിൽ എലിജിബിലിറ്റി ഉണ്ട്. ഇവിടെ കേരളത്തിൽ ജനിക്കുകയും അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കുകയും കർണാടകത്തിൽ സ്ഥിരതാമസമാക്കുകയോ അല്ല അവിടെ പഠിക്കുകയോ ചെയ്തവർക്ക് 2 സ്റ്റേറ്റിലും സ്റ്റേറ്റ് കോട്ടയ്ക്ക് അർഹതയും ഉണ്ടായിരിക്കും. 2 സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള ഏതാണ്ട് A മുതൽ N വരെയുള്ള ക്ലോസുകളുണ്ട്. ഓരോ ക്ലോസിനും നിങ്ങളുടെ അർഹതയുണ്ടോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. ക്ലോസ് D അനുസരിച്ചാണ് കാസർഗോഡും മഞ്ചേശ്വരം ഉള്ളവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് 20 നടക്കുന്ന ലാംഗ്വേജ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാവുകയാണെങ്കിൽ 25% ഗവൺമെൻറ് സീറ്റുകൾക്ക് അർഹത ലഭിക്കുകയും ചെയ്തത്. ക്ലോസ് D ആണ് കാസർഗോഡ് മഞ്ചേശ്വരംകാർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാനായിട്ട്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, 12ാം ക്ലാസ്സിൻ്റെ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പിയറിംഗ് ഇയർ ആണെങ്കിൽ അത് വേണ്ട. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം തഹസീൽദാരുടേത്.
അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ 1 മുതൽ 12 വരെ ഏത് സ്കൂളിൽ പഠിച്ചു എന്നുള്ളതിൻ്റെ സ്റ്റഡി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ കാൻഡിഡേറ്റിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിക്ലറേഷൻ, നമ്മുടെ ഒരു സോൺ അഫിഡേവിറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ തന്നിട്ടുണ്ട്. ക്ലോസ് എൻ പ്രകാരം, അതായത് കർണാടകത്തിന് പുറത്ത് കന്നഡ മെയിൻ ലാംഗ്വേജ് ആയിട്ട് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതേണ്ടതായിട്ടില്ല. അതുപ്രകാരം അവർക്ക് അവിടെയുള്ള ഈ സീറ്റുകൾക്ക് 25% സംവരണം ലഭിക്കുന്നതാണ്. എ മുതൽ ഒ വരെയാണ് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവരുടെ ക്ലോസുകൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോൺ കർണാടകയായിട്ടാണ് അവിടുത്തെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിനോ അല്ലെങ്കിൽ അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിനോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്ലോസ് വൈ ആണ് വരുന്നത്. BSc നേഴ്സിങ്ങിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോൺ കർണാടകക്കാർക്ക് ക്ലോസ് വൈ എന്നാണ് വരുന്നത്. ഈ ക്ലോസ് വൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നീറ്റ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ MBBS BDSും BSc നേഴ്സിങ്ങിനും മാത്രമേ പ്രവേശനം കിട്ടുകയുള്ളൂ. യാതൊരു വിധത്തിലുള്ള ഈ മൈനോറിറ്റി കോട്ട, നമ്മുടെ RC2ഉം RC8ഉമുള്ള മൈനോറിറ്റി കോട്ടയും മാത്രമേ ലഭിക്കുകയുള്ളൂ. അതല്ലാത്ത കർണാടകത്തിലെ ഒരു സീറ്റുകൾക്കോ റിസർവേഷൻസിനോ നമുക്ക് അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് കർണാടകത്തിലെ മെഡിക്കലിനും ദന്തലിനും റിലീജിയസ് മൈനോറിറ്റി കിട്ടും. അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ RC2 RC8 പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ നമുക്കറിയാം. ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, പാരിഷിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് KEയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. എന്നാൽ കാറ്റഗറി 1 ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റിൽ എല്ലാ വിഭാഗക്കാർക്കും വേണമെങ്കിൽ സെൻറ്റ് ജോൺസിൽ 10 സീറ്റുകളുണ്ട്. ആ സീറ്റിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് വേണ്ട, KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. കർണാടകത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മൾ പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റഡി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നമ്മൾ ഏതൊക്കെ സ്കൂളുകളിൽ പഠിച്ചു എന്നുള്ളത് ആ സ്കൂളിൻ്റെ ലെറ്റർ ഹെഡിൽ അതിൻ്റെ ഫോർമാറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് ഈ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അതും കൂടെ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നീറ്റ് 2024 നമുക്കറിയാം മെയ് 5-ാം തീയതിയാണ്. ഏതാണ്ട് 3.5 മാസക്കാലം സമയത്തോളം നമുക്ക് ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മാർക്കുകളെക്കുറിച്ചോ റാങ്കുകളെക്കുറിച്ചോ പ്രവേശന രീതികളെക്കുറിച്ചോ ഒന്നും നമ്മൾ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കേണ്ട സമയമായിട്ടുമില്ല. എന്നിരുന്നാലും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജും രാമയ്യ മെഡിക്കൽ കോളേജും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഇപ്പോൾ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് 1000 രൂപ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് പിന്നീട് ഇതിനകത്ത് ഓപ്ഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് പിന്നീട്. പക്ഷേ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഒരു കാരണവശാലും KEയുടെ വെബ്സൈറ്റ് മെഡിക്കൽ വിഭാഗത്തിനായിട്ട് ഇനി റീഓപ്പൺ ചെയ്യുകയില്ല. ആകെ നമുക്ക് നീറ്റിൻ്റെ റോൾ നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി മണിപ്പാൽ, JSS മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകൾ, മണിപ്പാൽ പോലുള്ള മെഡിക്കൽ കോളേജ്, JSS മെഡിക്കൽ കോളേജ്, എനപ്പോയ മെഡിക്കൽ കോളേജ്, അതൊക്കെ ഡീംഡ് മെഡിക്കൽ കോളേജുകളാണ്. ഈ മെഡിക്കൽ കോളേജിൽ MBBSനോ BDSനോ പ്രവേശനം നേടേണ്ടവരും ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അതെല്ലാം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ ഡീംഡ് മെഡിക്കൽ കോളേജിൽ സീറ്റുണ്ട്, ഫീസ് കുറഞ്ഞ്, അവർ KEക്ക് അപ്ലൈ ചെയ്യണം. കേരളൈറ്റ്സ് ആയിട്ടുള്ളവർ ഡീംഡ് മെഡിക്കൽ കോളേജിൽ മണിപ്പാലിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനപ്പോയിലോ നിറ്റയിലോ പ്രവരയിലോ JSSലോ ഒക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KEയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അതെല്ലാം ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണ്. അതല്ലാതെ കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് ഫെബ്രുവരി 10-ാം തീയതിക്കുള്ളിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും 14-ാം തീയതിക്കുള്ളിൽ ആപ്ലിക്കേഷൻ ഫീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുക.